ഹായ്. നീല കാക്കപ്പൂക്കൾ നിറഞ്ഞ ഒരു കുന്ന്. നമ്മുടെ കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള കണ്ണൂർ ജില്ലയിലെ മാടായിപ്പാറയിലാണ് ഞാനിന്ന് നിൽക്കുന്നത്. വളരെ മനോഹരമായ ഈ മാടായിപ്പാറ മാടായി കാവിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഈ മാടായി കുന്നിൽ നിരവധിയായിട്ടുള്ള എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള പ്ലാന്റ്സും ആനിമൽസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ കുന്നിൻപുറത്തെ ചെടികളുടെയും നിറയെ പൂത്തു നിൽക്കുന്ന കാക്കപ്പൂക്കളുടെയും പക്ഷികളുടെയും ചിത്രശലഭങ്ങളുടെയും വിശേഷങ്ങൾ കാണാം. വരൂ. ഞാൻ മാടായി കാവിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ കാവിൻ്റെ ഉള്ളിൽ കൂടെ നടന്നിട്ട് വേണം മാടായി പാറയിലേക്ക് എത്താനായിട്ട്. ഈ കാവിൻ്റെ ഉള്ളിലാണ് ഞാനിപ്പോൾ തൊഴുതിറങ്ങിയ ക്ഷേത്രമുള്ളത്. ഇതിന് നടുക്കായിട്ടാണ്. ഈ വലതുവശത്ത് കാണുന്നതാണ് മാടായി കാവ് ക്ഷേത്രം. ഭദ്രകാളി സങ്കല്പം ആദ്യമായിട്ട് കേരളത്തിൽ ഉടലെടുക്കുന്നത് ഇവിടെയാണ്. ഇവിടെ നിന്നാണ് ബാക്കി സ്ഥലങ്ങളിലേക്ക് ഭദ്രകാളിയുടെ രൂപം ആവാഹിച്ച് കൊണ്ടുപോയിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ ധാരാളം പക്ഷികളൊക്കെ ഉണ്ട്. ബയോഡൈവേഴ്സിറ്റി റിച്ച് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ മാടായി പാറ, മാടായി കുന്നെന്ന് പറയുന്നത്. ഒരുപാട് പ്ലാന്റ്സും ഒരുപാട് ആനിമൽസിനെയും ഇവിടെ നിന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ പലതും വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്ലാന്റ്സ് ആണ്. നമ്മൾ ആ ഇടവഴി ഇങ്ങനെ കയറി ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും ആ മാടായി പാറയിലേക്ക് എത്തുകയാണ്. ഞാൻ ഈ കാവിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് കയറുകയാണ്. ആരുമില്ല, വിജനമായിട്ട്. കിളികളുടെ കുറച്ച് കിളിനാദം മാത്രമുണ്ട്. നല്ല ഉഗ്രൻ കാടാണ്, നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഒന്നും ആരും വരുന്നതും എക്സ്പ്ലോർ ചെയ്യുന്നതൊന്നുമല്ല. പക്ഷേ ഒരു വഴിയുണ്ട് ഇങ്ങോട്ട്. ഇങ്ങനെ പോകാം നമുക്ക്. കുറച്ച് ദൂരം വന്ന് ചെറിയൊരു കാട്ട് അരുവി ഒഴുകുന്ന വഴിയാണെന്ന് തോന്നുന്നു ഇത്. കിളി ശബ്ദം മാത്രം. ഇതുണ്ട, ഇതിൻ്റെ ടെൻഡ്രിൽ ഇത് ഇവിടെ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഏരിയോകൊളേസിയ ഫാമിലിയിലെ ഒരു ഗ്രാസ് വർഗത്തിൽപ്പെട്ട ചെടിയാണിത്. ഇതാണ് നമ്മൾ എല്ലാവരും കാക്കപ്പൂവെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. ഇത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. യൂട്രിക്കുലേറിയാണിത്. ഇതിപ്പോൾ നന്നായിട്ട് നിറച്ച് പൂത്ത് നിൽക്കുന്നൊരു സീസണാണിപ്പം. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം വളരെ മനോഹരമായി നിറച്ച് പൂക്കും. നമുക്ക് അതിൻ്റെ കാഴ്ച കാണാം. ഇപ്പം ഇവിടെ നല്ലൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ദേവസ്വം ഭൂമിയായ മാടായിപ്പാറയും പാറയിലെ പച്ചപ്പും ജൈവ വൈവിധ്യ സൂക്ഷ്മ സസ്യങ്ങളും നശിപ്പിക്കും വിധം റോഡ് വിട്ട് വാഹനങ്ങൾ ഓടിക്കുന്നതും പ്ലാസ്റ്റിക് തുടങ്ങിയ ജൈവ മാലിന്യങ്ങൾ ഇവിടെ വലിച്ചെറിയുന്നതും ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ശിക്ഷാർഹമായ കുറ്റമാണ്. ഞാനിപ്പം ജൂതക്കുളം ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. ജൂതന്മാരാദ്യമായി കേരളത്തിൽ കുടിയേറുന്നത് ഇവിടെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ നിർമ്മിച്ച ഒരു കുളം ഇവിടെ ഉണ്ട്. അത് നോക്കി നടക്കുകയാണ് ഞാൻ എവിടെയാണെന്ന്. മാടായിക്കാവ് ദേവസ്വം വകയായി ഏകദേശം 600 ഏക്കറോളം പരന്നു കിടക്കുന്ന കുന്നിൻ പ്രദേശമാണ് മാടായിക്കുന്ന്.
മാടായി ഗ്രാമപഞ്ചായത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പുരാതന കാലം തൊട്ട് നാവികർക്ക് വഴികാട്ടിയായിരുന്ന ഏഴിമലയ്ക്ക് തൊട്ടു കിഴക്കായിട്ടാണ് മാടായിപ്പാറ. ഒരു കാലത്ത് ഈ പ്രദേശം മുഴുവൻ വെള്ളത്തിനടിയിലായിരുന്നു. ഏഴിമലയ്ക്ക് നാലു ചുറ്റും കടലായിരുന്നു എന്ന് കേരളോൽപ്പത്തിയിൽ പരാമർശമുണ്ട്. വെള്ളം നീങ്ങി ഉയർന്നു വന്ന കരഭാഗത്തിന് മാട് എന്ന് പേരുണ്ട്. അങ്ങനെ മാട് ആയ സ്ഥലമാണ് മാടായി എന്ന് പിന്നീട് അറിയപ്പെട്ടത്. നമുക്ക് ഈ തുമ്പയൊന്നും ഇപ്പം എവിടെയും കാണാനില്ലാത്തൊരു സാധനമാണ്. അതിനെ ഡിസ്റ്റർബ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതൊക്കെ നന്നായിട്ട് ഉണ്ടാവും എന്നുള്ളതിൻ്റെ തെളിവാണിത്. കണ്ടോ, ഞാനിപ്പോൾ ഇതാ ഇവിടെ വേറൊരു അമ്പലമുണ്ട്, ഒരു ശിവക്ഷേത്രം. ആ ശിവക്ഷേത്രത്തിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ആ ദൂരെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ശിവക്ഷേത്രമാണ് മാടായി ശിവക്ഷേത്രം. അങ്ങോട്ടേക്ക് ഞാൻ നടന്നു പോവാണ്. ഇതിൻ്റെ ഈ ഭാഗത്ത് എവിടെയാണ് നമുക്ക് ജൂതക്കുളം കാണാൻ പറ്റുന്നത്. അപ്പോൾ അതൊന്ന് കണ്ടുപിടിക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ പോകുന്നത്. അതേപോലെ തന്നെ ഹൈദരാലി റെസ്റ്റ് ചെയ്ത ആ ഒരു പ്ലേസും എനിക്ക് തോന്നുന്നു ഇവിടെ എവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഏതോ ഒരു വ്ളോഗിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അതെവിടെയാണെന്ന്. അതൊന്നും കറക്റ്റായിട്ട് ഇവിടെ ലൊക്കേറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ. പക്ഷേ നല്ലൊരു അന്തരീക്ഷമാണ്. വെയിലായി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു ചെറിയ മിസ്റ്റും ചെറിയ മഴച്ചാറ്റിലും ഒക്കെ ഉണ്ടെങ്കിൽ വളരെ ഭംഗിയായിരിക്കും ഇവിടെ. കോലത്ത് നാട്ടിലെ ഉദയവർമ്മൻ രാജാവിൻ്റെ ആസ്ഥാനമായിരുന്നു ഇവിടം. അദ്ദേഹത്തിന്റെ സദസ്യനായിരുന്ന ചെറുശ്ശേരി ഇവിടെ ജീവിച്ചിരുന്നതായി പറയപ്പെടുന്നു. മാടായി പരിസരത്ത് ചിങ്ങമാസത്തിൽ കൃഷ്ണപ്പാട്ട് വായന ഇന്നും പതിവുണ്ട്. ഈ പ്രദേശത്ത് പണ്ട് പോർച്ചുഗീസ് അധിനിവേശമുണ്ടായി. മാടായി പാറയുടെ അരികുകളിൽ ധാരാളം പറങ്കി മാവുകളുണ്ട്. അത് പോർച്ചുഗീസുകാർ കിണർ കണ്ടെത്തി. മഴക്കാലമാകുമ്പം നിറഞ്ഞ് ഇത് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത പോലെ ആവും. ഈ വെള്ളം ഒഴുകി വന്നിട്ട് ഈ ചതുരക്കിണറിലേക്കാണ് വീഴുന്നത്. ജൂതന്മാർ പഴയങ്ങാടി ആസ്ഥാനമായി ആദ്യമായി കേരളത്തിൽ കുടിയേറി. അവർ പണി കഴിപ്പിച്ചതാണ് ജൂതക്കുളവും ജൂതക്കിണറും. ജൂതന്മാരുടെ കിണറുകളും കുളവും എല്ലാം ചതുരാകൃതിയിലാണ് നിർമ്മിച്ചിരുന്നത്. മാടായി പാറയിലെ വെള്ളം മുഴുവൻ ശേഖരിക്കത്തക്ക രീതിയിലാണ് ഇത് രണ്ടും നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയില്ലേ ഈ കള്ളിമുൾ ചെടി കാണാൻ? ബ്യൂട്ടിഫുൾ അല്ലേ? തൊട്ട് കഴിഞ്ഞാൽ വിവരം അറിയും. ഇതാണ് നമ്മൾ അന്വേഷിച്ച് കാണുന്ന ജൂതക്കുളം. പിന്നീട് ജൂതന്മാർ ഇവിടം വിട്ട് പോവുകയാണ് ഉണ്ടായത്. നല്ലൊരു സൺസെറ്റ് പോയിന്റ് കൂടിയാണ് മാടായിപ്പാറ. വർഷത്തെ 12 മാസവും 12 തരം സുന്ദര ഭൂപ്രകൃതി ദൃശ്യങ്ങളാണ് നമുക്ക് മാടായിപ്പാറയിൽ കാണാനാവുക. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇൻസെക്ടിവോറസ് പ്ലാന്റാണ്. വേറൊരു ഇൻസെക്ടിവോറസ് പ്ലാന്റാണ്. കണ്ടോ, ട്രൊസീറ വിഭാഗത്തിൽപ്പെട്ട ഒരു ഇൻസെക്ടിവോറസ് പ്ലാന്റ്. ഇത് ഈ ജൂതക്കുളത്തിൻ്റെ അടുത്താണ് ഇത് കാണുന്നത്. ഇതിനകത്ത് നിറച്ചും സ്റ്റിങ്ങിങ്. ഇത് കണ്ടല്ലേ, ഈ ഈച്ചയൊക്കെ വന്നിരിക്കുമ്പോൾ, പ്രാണിയൊക്കെ വന്നിരിക്കുമ്പോൾ പശ പോലെ ഉണ്ട്. അപ്പോൾ ഈ പശയിൽ ഒട്ടിപ്പിടിച്ച് പോകും. എന്നിട്ട് അതിനെ പതുക്കെ ഡൈജസ്റ്റ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഇത് എരിയോക്കൊളാണ്. എരിയോക്കൊളാണ് നല്ലതായിട്ട് ഫ്ലവർ നല്ല ഓപ്പണായിട്ട് നിൽക്കുകയാണ്. കുറച്ച് വിശാലമായിട്ടുള്ളൊരു കുളമാണിത്. ഇതിനിവിടെ കൽപ്പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. ചെറിയ 2 കൽപ്പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. 2ആയിട്ടാണിത് വെട്ടിയിരിക്കുന്നത്. അതായത് ഈ ഇപ്പം നിങ്ങൾ കാണുന്ന ഭാഗം ഒരു സ്ക്വയറായിട്ടും എക്സാക്റ്റ് സ്ക്വയറായിട്ടാണ് വെട്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇങ്ങോട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് കാണുന്നത്. അതായത് ഈ കുന്നിൻ്റെ പുറത്ത് വരുന്ന വെള്ളം മുഴുവനും ഇതിലേക്ക് സംഭരിക്കത്തക്ക രീതിയിലാണ്. ഓണക്കാലത്ത് കാക്കപ്പൂവും കൃഷ്ണപ്പൂവും കണ്ണാന്തളിയും നീല പരവതാനി വിരിച്ച് കുന്നിനെ മനോഹരിയാക്കും. ഇവിടുത്തെ സവിശേഷതയുള്ള ഒരു ജലസസ്യമാണ് കൃഷ്ണകേസരം. അത് മാടായിപ്പാറയ്ക്ക് മാത്രം സ്വന്തം. വിഷ്ണുക്രാന്തിയുടെ അതിൻ്റെ വൈൽഡായിട്ടുള്ള സ്പീഷീസാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതും ട്രൈഫോളിയം എന്ന് പറയുന്ന പ്ലാന്റാണ്. 2 ഇണ ചിത്രശലഭങ്ങൾ ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മഞ്ഞ കളറിലുള്ള കുറേ ചിത്രശലഭങ്ങളും പൂമ്പാറ്റകളും ഒക്കെ ഇവിടെ ഉണ്ട്. മാടായിപ്പാറ കാവിലെ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കണമെങ്കിൽ നിങ്ങൾക്ക് മുണ്ട് അത്യാവശ്യമാണ്. പാൻ്റ് ഇട്ടിട്ട് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മുണ്ട് കരുതുക. അതേപോലെ തന്നെ അത് ഒരു 8:45 ആകുമ്പോഴത്തേക്കും അമ്പലം അടയ്ക്കും. വെളുപ്പിനെ തുറന്നിട്ട് 8:45 ആകുമ്പോഴത്തേക്കും അമ്പലം അടയ്ക്കും. അതിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൊഴാൻ പറ്റുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും തുറക്കും. അത്
എനിക്ക് തോന്നുന്നു കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് തുറക്കുന്നത്. അപ്പോൾ തൊഴണമെന്നുള്ളവർ രാവിലെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വന്ന് തൊഴുത്ത് ഇറങ്ങുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അമ്പലം അടച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും പിന്നെ തൊഴാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ വരിക. നല്ല തണുത്ത വെള്ളമാണ്. ഞാനെൻ്റെ കാലൊക്കെ ഒന്ന് ഈ വെള്ളത്തിൽ ഒന്ന് കഴുകി. നല്ല തണുപ്പാണ്. ബോട്ടണി ഇഷ്ടപ്പെടുന്ന പിള്ളേർക്ക് ഒരു ഇഷ്ടപ്പെടുന്ന വ്ളോഗായിരിക്കും ഇത്. കാരണം ഇതിനകത്ത് ഒരുപാട് റെയർ പ്ലാന്റ് ഉണ്ട്. ഇത് വേറൊരു എക്സാം മെറ്റീരിയലാണ്. പോളികാർപ്പിയ എന്ന് പറയുന്ന കാരിയോഫില്ലേസിയയിലെ ഒരു പ്ലാന്റാണ്. മാടായിപ്പാറയിലെ പാളയം മൈതാനത്ത് ടിപ്പുവിന്റെ പടയോട്ട കാലത്ത് യുദ്ധം നടന്നിരുന്നു. മലബാർ ആക്രമിക്കുന്ന സമയം ഹൈദരാലിയും സംഘവും 1765-68 കാലഘട്ടത്തിൽ വിശ്രമിക്കാൻ ഇവിടം ഉപയോഗിച്ചിട്ടുണ്ട്. പരുന്തുകളുടെ ഒരു ആവാസ കേന്ദ്രമാണെന്ന് തോന്നുന്നു. കുറേ പരുന്തുകളുണ്ടായിരുന്നു. ഞാനിങ്ങോട്ട് വന്ന് വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും എല്ലാം പറന്നുപോയി. ഇതിന് ചുറ്റും ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നുണ്ട്, നിങ്ങൾ കാണുന്നില്ലേ? ആശാന്മാരുടെ ഒരു ഏരിയ ആണ്. എനിക്ക് കൊത്ത് കിട്ടുമോയെന്നറിയില്ല. ഇവിടെ അതാ ഒരു പോത്തുകുട്ടൻ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവന് ചൂട് സഹിക്കാൻ വയ്യ, അതുകൊണ്ട് അവൻ വെള്ളത്തിലിറങ്ങി കിടന്ന് കളിക്കുക. ആശാൻ എന്നെ കുത്തുവോ? എന്നെ നോക്കുന്നുണ്ട്. ഇല്ല, ഒന്നും ചെയ്യില്ല, പാവ. ഇതാണ് മാടായി ശിവക്ഷേത്രം. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. അത് നല്ലൊരു അമ്പലം. ഓരോ സംരക്ഷിത പ്രദേശവുമായി ബന്ധപ്പെട്ട ഒരു ക്ഷേത്രം ഉണ്ടാവും. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ പ്രദേശം സംരക്ഷിക്കുക, സസ്യജാലങ്ങൾ സംരക്ഷിക്കുക എന്നൊക്കെ ഉള്ളതാണ്. അത് നല്ല കാര്യമാണ്. ഈ രണ്ട് ക്ഷേത്രങ്ങൾക്കും ഓരോ പ്രത്യേകതയുണ്ട്. അതായത് മാടായിക്കാവിനും ഈ ശിവക്ഷേത്രത്തിനും. മാടായിക്കാവിൽ മാംസാദികൾ നേദിക്കുന്ന ഒരു അമ്പലമാണ്. അപ്പോൾ അത് കാരണം നമ്മളിവിടെ വരുമ്പോഴത്തേക്കും ഇവർ ചോദിക്കും, ഈ ശിവക്ഷേത്രത്തിലെ ആൾക്കാർ ചോദിക്കും, നിങ്ങളവിടെ നേദിച്ച പ്രസാദം നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കും. ഉണ്ടെങ്കിൽ അത് പുറത്ത് വെച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ അകത്തേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ എന്ന് അവർ പറയും. കാരണം ഇതാണ്, മാടായിക്കാവ് ഭദ്രകാളിയുടെ ക്ഷേത്രമാണ്. അവിടെ മാംസം നിവേദിക്കുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ആ മാംസം നിവേദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് പുറത്ത് വെച്ച് നമ്മൾ കഴിച്ചിട്ടില്ലെങ്കിൽ മാത്രമേ നമുക്ക് ഈ ശിവക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ. അപ്പോൾ എൻ്റെ കയ്യിലൊരു കവർ ഉണ്ടായിരുന്നു, അതിൽ ഈ ക്യാമറയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, കവറിൽ എന്താണ്, അവിടെ നേദിച്ച നേദ്യം ഉണ്ടോ? ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ അതൊന്നുമില്ല. അങ്ങനെ ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് അകത്തേക്ക് കയറാം. അങ്ങനെ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ആ നേദ്യം പുറത്ത് വെച്ചതിന് ശേഷം മാത്രം, അത് ഭക്ഷിച്ചിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾ അകത്തേക്ക് പ്രവേശിക്കാൻ പറഞ്ഞു. എന്തൊക്കെ ആചാരങ്ങളാണല്ലേ. മാടായിക്കാവ് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ക്യാമറയൊന്നും അങ്ങനെ ഈസിയായിട്ട് കയറ്റാൻ പറ്റില്ല. പക്ഷേ ഇവിടെ കുറച്ച് ഫ്രീഡം ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ചുറ്റമ്പലത്തിൻ്റെ ചുറ്റും മാത്രം ഇത് ഒന്ന് കൊണ്ടുപോവാണ്. നല്ല രസമാണ് ഇതിൻ്റെ അകം കാണാനായിട്ട്. പക്ഷേ നമുക്ക് ഇതിൻ്റെ ഉള്ളിലും, ഒരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിലും നമുക്ക് ക്യാമറ പ്രവേശിപ്പിക്കാൻ സാധാരണഗതിയിൽ അനുവദിക്കാറില്ല. പിന്നെ അനധികൃതമായിട്ടൊക്കെ ആളുകൾ അത് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ആ സാഹസത്തിന് മുതിരുന്നില്ല. പകരം ഞാൻ നിങ്ങളെ ഇതിൻ്റെ പുറമേ ഉള്ള ഭാഗം കാണിക്കാം. നല്ല ഭംഗിയുള്ള ചെങ്കല്ല് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ലാറ്ററൈറ്റ് സോയിലാണല്ലോ ഇവിടെ. കണ്ണൂർ കംപ്ലീറ്റും അതാണ് കൂടുതലായിട്ടും ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ കൺസ്ട്രക്ഷന് കൂടുതലായിട്ടും അവർ ഉപയോഗിക്കുന്ന ഈ ലാറ്ററൈറ്റ് സോയിലാണ്. ഇതാണ് അതിൻ്റെ ഗോപുരം. കാശിത്തുമ്പയും കാണാം ഇവിടെ. അതിമനോഹരമായ കൊത്തുപണികളുള്ള തൂണുകളാണ്. ഈ മാടായിപ്പാറ എന്ന് പറഞ്ഞാൽ 5 സൗന്ദര്യങ്ങളാണ്. ഒന്ന്, ഈ മഴ പെയ്യുമ്പം ഇതെല്ലാം പച്ചപ്പടായിട്ട്. അത് കഴിഞ്ഞാൽ ഇവിടെ പലതരത്തിലുള്ള ഔഷധ ചെടികൾ, പുഷ്പങ്ങൾ, അങ്ങനെ പലതരത്തിലായിട്ട്. ഇപ്പോൾ പുഷ്പങ്ങൾ ഇപ്പോൾ ഒരു മാസം അപ്പുറമായിട്ട് കണ്ടമാനം പുഷ്പങ്ങൾ ഉണ്ടായി. ഇപ്രാവശ്യം കൂടുതലാണ് പുഷ്പങ്ങൾ. കാക്കാപ്പൂ, കുറ്റിപ്പൂ, വട്ടപ്പൂ, മാച്ചിപ്പൂ എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഇതൊരു ഇത്ര നല്ല തെറ്റായിട്ട് ആ പുല്ല് വളർന്നു കഴിഞ്ഞാൽ അതൊരു വയലറ്റ് കളറായിട്ട്. കാറ്റും വന്നാൽ നല്ല കടലിലെ തരിയിടിക്കുമ്പോഴുണ്ടാവും, നല്ല രസമായിട്ട് കാണാൻ. അത് കഴിഞ്ഞാൽ പിന്നെ അതൊരു ബ്രൗൺ കളറായിട്ട്.
ഇപ്പോൾ എനിക്ക് മുമ്പിൽ കാണുന്നത് ഒരു നാഗത്തറയാണ്. ഞാൻ കുറച്ചും കൂടി നടന്നു വന്നതാണ്. ഇങ്ങോട്ടാരും വരാറൊന്നുമില്ല. ഞാൻ ഈ അബാൻഡൻഡ് പ്ലേസസിലെല്ലാം കയറി വരികയാണ്. വല്ല ഭൂതവും പ്രേതവും പിശാചൊക്കെ എൻ്റെ കൂടെ വരുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനിവിടെ വന്നു, കണ്ടപ്പോൾ ഒരു ക്യൂരിയോസിറ്റി തോന്നി. അത് തകർന്ന് കിടക്കുകയാണ്. ഞാനിതിൻ്റെ ചുറ്റുപാടും നിങ്ങളെ ഒന്ന് കാണിക്കാം. നോക്കൂ, എത്ര മനോഹരമായിട്ടുള്ള ലാൻഡ്സ്കേപ്പാണ്. ഇതൊക്കെ ശരിക്കും സംരക്ഷിച്ച് ടൂറിസം ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ, നശിപ്പിക്കാത്ത രീതിയിൽ ടൂറിസം ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ എത്ര ഭംഗിയുള്ള സ്ഥലമാണ്. അധികം ആളുകൾ എക്സ്പ്ലോർ ചെയ്യാത്ത, വിദേശികളൊന്നും എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലമാണ്. അമ്പലത്തിൻ്റെ ഭാഗമായിട്ടുള്ള തടാകമായത്. അത് ഞാൻ മാടായി പാറയോടും മാടായി കാവിനോടും ഒക്കെ വിട പറഞ്ഞുകൊണ്ട് പോവുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അതുവരേക്കും ശുഭദിനം.